എവരിവൺ, ഈ വീഡിയോയിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്നുള്ള മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ജനറലി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രൈമറിലി ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്നൊരു ഐഡിയ നമുക്ക് വേണം. സോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് തരും. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവിൽ നമുക്ക് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ കൂടുതലായിട്ടും കിട്ടുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഐ ജസ്റ്റ് ഷോ എ ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് ആസ്ക്ഡ് ഇൻ ഡിസംബർ 2024 എക്സാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ പറഞ്ഞ ആ സെയിം ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അപ്പൊ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് തന്നിട്ടുണ്ട്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ കറക്റ്റ് ആയിട്ട് സീക്വൻസ് ചെയ്യുക. അതാണ് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് തന്നിരിക്കുന്നത്. മീതെയിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ക്ലോറോഫ്ലൂറോ കാർബൺ 11 ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാം. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സോ അങ്ങനെയാണെങ്കിൽ പ്രൈമറിലി എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്ന് നോക്കിയേ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ദാറ്റ് അബ്സോർബ്സ് ആൻഡ് റീ എമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പൊ എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാല് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനും റീഎമിറ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒരു പരിധി വരെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലോക്ക് ചെയ്യുന്നത് നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ പ്ലാനറ്റ് വാസയോഗ്യമാകാനായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്ത് റീഎമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എർത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ടെമ്പറേച്ചർ നിലനിൽക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്, ഇത് പരിധിയിൽ കൂടുതലായാൽ, അതായത് നമുക്കൊരു മിനിമം ടെമ്പറേച്ചർ നമ്മളുടെ എർത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മിനിമം ടെമ്പറേച്ചർ ആവശ്യമാണ്. അതിന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നതും റീഎമിറ്റ് ചെയ്യുന്നതും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഒരളവിലധികം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ വന്നാലുള്ള പ്രശ്നം എന്താ, അധികമായിട്ട് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുകയും റീഎമിറ്റ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ എർത്തിന്റെ ടെമ്പറേച്ചർ വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ക്രമാതീതമായിട്ട് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നത് കൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു നാച്ചുറലി തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രസൻസ് ഉണ്ട്. ഒരു പരിധി വരെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്ക് ആവശ്യവുമാണ്, അനിവാര്യവുമാണ്. പ്ലാനറ്റ് അല്ലെങ്കിൽ എർത്ത് വാസയോഗ്യമായിട്ടുള്ള പ്ലാനറ്റ് ആയിട്ട് നിലനിൽക്കുന്നതിന് അത് അനിവാര്യവുമാണ്. പക്ഷെ വരുന്ന പ്രോബ്ലം എന്താ, അമിതമായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴാണ് അതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ചില ഗ്രീൻ ഹൗസ് ഗ്യാസസ് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിൽ തന്നെ മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല, പക്ഷെ അളവിൽ അധികം അത് അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴാണ് അതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാം. The global warming potential of a gas refers to the total contribution to global warming resulting from the emission of 1 unit of that gas relative to 1 unit of the reference gas carbon dioxide which is assigned a value of 1. അപ്പോൾ പ്രൈമറിലി നമ്മൾ പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്,
ഓരോ ഗ്രീൻ ഹൗസ് ഗ്യാസസും ഗ്ലോബൽ വാർമിംഗിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അസസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസസ് എത്രമാത്രം ഈ ഗ്ലോബൽ വാർമിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു പ്രത്യേക രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയേ, the total contribution to global warming resulting from the emission of 1 unit of that gas related to 1 unit of the reference gas carbon dioxide. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഗ്യാസ് ഇപ്പൊ ഏതാണോ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് അതിന്റെ 1 യൂണിറ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ 1 യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം അത് ഗ്ലോബൽ വാർമിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു റെഫറൻസ് ഗ്യാസ് എന്ന് പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതിന് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അസസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ മീഥെയ്ൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ മീഥെയ്ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 21 ആണ്. എന്തായി 21 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുമ്പേ പറഞ്ഞ ഡെഫിനേഷൻ ബേസ് ചെയ്ത് നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മീഥെയ്ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 21 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ റിലേറ്റീവ് ആയിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് മീൻസ് ദാറ്റ് 1 kg of methane has the same impact on climate change as 21 kilogram of carbon dioxide, and thus 1 kg of methane would count as 21 kg of carbon dioxide equivalent. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മീഥെയ്ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 21 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാ പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാ. എന്ന് പറഞ്ഞാൽ 21 kg കാർബൺ ഡൈ ഓക്സൈഡ് എന്തുമാത്രമാണ് ക്ലൈമറ്റ് ചേഞ്ചിലേക്കും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്രയുമാണ് 1 kg മീഥെയ്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പോയിന്റ് മനസ്സിലായോ? 21 ആണ് മീഥെയ്ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി റിലേറ്റീവ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? 1 kg മീഥെയ്ൻ 21 kg കാർബൺ ഡൈ ഓക്സൈഡ് എന്തുമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്തിലേക്ക്? ഗ്ലോബൽ വാർമിംഗിലേക്ക്. അതായത് 1 kg മീഥെയ്നെ കൊണ്ട് 21 kg കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ രീതിയിലാണ് റെഫറൻസ് ഗ്യാസ് ആയ കാർബൺ ഡൈ ഓക്സൈഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ ടേബിളിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഡിഫറെന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊടുത്തിട്ടുണ്ട്, ഓൾസോ അതിന്റെയൊക്കെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷയിൽ നിങ്ങളോട് ചോദിക്കുക ഈ ഗ്യാസസിനെ അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുക, ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ജനറലി നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, എത്രയും അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനായിരിക്കും. കാരണം നമ്മൾ അതിന് 1 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡിന് ആദ്യം വരിക, ദെൻ കംസ് മീഥെയ്ൻ. മീഥെയ്ൻ എത്രയാണ്? 21. then comes nitrous oxide 310, then comes surface ozone. അതിനുശേഷമാണ് ബാക്കിയുള്ള നമ്മൾ ഈ പറയുന്ന ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എപ്പോഴും ആദ്യം വരുന്നതെന്ന് ഓർത്ത് വെക്കുക, ദെൻ മീഥെയ്ൻ, ദെൻ നൈട്രസ് ഓക്സൈഡ് ആൻഡ് ദെൻ സർഫസ് ഓസോൺ. പിന്നെ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബേസിസിൽ നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിച്ചാലോ? വാട്ട് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ലെവൻ, നൈട്രസ് ഓക്സൈഡ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതിന്റെ ബേസിസിലാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി വേണ്ട അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആദ്യം എപ്പോഴും എന്ത് വരണം? ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആണ്. സോ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് വരണം, ദെൻ കംസ് മീഥെയ്ൻ, അല്ലെ? മീഥെയ്ൻ വരണം, അതിനുശേഷം നൈട്രസ് ഓക്സൈഡ്, പിന്നെ CFC11 ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ബി, എ, then comes D and finally C. അപ്പൊ ഏതാ റൈറ്റ് ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജൂൺ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അറേഞ്ച് ദ ഫോളോയിങ് ഗ്യാസസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ലോവസ്റ്റ് ടു ഹയസ്റ്റ് അറേഞ്ച് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം.
കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീതെയിൻ ഉണ്ട്, SF6 ഉണ്ട്, CFC11N2O. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കുറവ് ഇതിനകത്തായിരിക്കും വരിക? ഏറ്റവും കുറവ് അഫ്കോഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞാൽ പിന്നെ ഏത് വരണം? മീതെയിൻ വരണം അല്ലെ. അപ്പൊ AB എന്നുള്ളതാണ്. AB എന്നുള്ളത് ആദ്യത്തെ ആ ഒരു ഓർഡർ അറിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. AB എന്ന് പറയുന്ന ഓർഡർ വരുന്ന ഓപ്ഷൻസ് എയും ബിയും മാത്രമാണ്. സിയിലും ഡിയിലും ആ ഓർഡർ അല്ല നമ്മൾ കാണുന്നത്. അപ്പോ A കഴിഞ്ഞു, B വരുന്നു, അതിനുശേഷം ഉറപ്പായിട്ട് ഏതേ വരുള്ളൂ? N2O വരുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ABE ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ആയി. എന്നാലും ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം. ദെൻ കംസ് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പഠിച്ചതനുസരിച്ചാണെങ്കിൽ CFC11 ആൻഡ് ഫൈനലി SF6. അപ്പൊ ABEDC ആണ് റൈറ്റ് ആയിട്ടുള്ള ഓർഡർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്. സോ ഇതിനകത്ത് നമ്മൾ പ്രൈമറിലി എന്താ പഠിച്ചത്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ മനസ്സിലായല്ലോ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് നിങ്ങൾക്ക് തരും, അതിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളാണ് ജനറലി വരിക. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു, അതിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി. ആൻഡ് ഓൾസോ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ടേബിൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും കുറവ് ഏതിനാണ്, അതിനുശേഷം വരുന്ന 2-3 അറിയാമെങ്കിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെഷനിൽ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കണ്ടത്. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഇത്തരത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് പഠിക്കേണ്ടത്, അത് എന്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏത് പെർസ്പെക്റ്റീവിൽ പഠിക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ആപ്പിൾ ബി അക്കാഡമിയുടെ പേപ്പർ 1 കോഴ്സസ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. So we are offering both online and offline courses for paper 1. So കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. So that's it for this session. Thank you and happy learning.